In Germany, the Nazi or the National Socialist Revolution in post-World War, Germany appeared at first as a repetition of the fascist revolution in it. അപ്പോൾ ഈ നാസിസം ഇറ്റലിയിലുണ്ടായി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഫാസിസ്റ്റ് റവല്യൂഷൻ്റെ റെപ്പറ്റീഷനായിട്ടാണ് ജർമ്മനിയിൽ എന്തുണ്ടാകുന്നത്. നാഷണൽ സോഷ്യലിസ്റ്റ് റവല്യൂഷൻ അല്ല, ഇറ്റലിയിൽ ഫാസിസം അതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ജർമ്മനിയിൽ എന്തുണ്ടാകുന്നു, നാസിസം അല്ലെങ്കിൽ നാഷണൽ സോഷ്യലിസ്റ്റ് റവല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ടാകും. ഇറ്റ് ഹാഡ് സർട്ടൻ തിങ്സ് ഇൻ കോമൺ വിത്ത് റഷ്യൻ റവല്യൂഷൻ. ഇതിന് റഷ്യൻ റവല്യൂഷനുമായിട്ട് ചില പൊതുവായ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരു സമാനത ഇതിലുണ്ടായിരുന്നു. റഷ്യൻ റവല്യൂഷൻ പഠിച്ചപ്പോഴാണ് നമ്മളിത് പഠിച്ചത്. ഹിറ്റ്ലറുടെ ഇറ്റ് ഡെവലപ്ഡ് certain unique qualities in response to special and specific problems that Germany faced. അപ്പോൾ ഇത് ഈ ഒരു നാസിസം എന്ന് പറയുന്ന ഈ ഒരു ഐഡിയോളജി ഡെവലപ്പ് ചെയ്യാനുണ്ടായ ചില പ്രത്യേക കാരണങ്ങൾ എന്ന് കാരണങ്ങൾ, അതായത് ജർമ്മനിയുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങളുടെ റെസ്പോൺസ് ആയിട്ടാണ് ഇതുണ്ടാകുന്നത്. നാസിസം എന്ന് പറയുന്ന ഈ ഒരു ഐഡിയോളജി എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. ഇതെന്തുകൊണ്ട് നമുക്ക് നോക്കാം, ജർമ്മനിയിൽ എങ്ങനെയാണ് നാസിസം ഉണ്ടായിരുന്നതാണ്. ദ മെയിൻ കോസ് ദാറ്റ് ലെഡ് ടു നാസി സീസർ ഓഫ് പവർ ഇൻ ജർമ്മനി വെയർ ദ ഫോളോയിങ്. ഇപ്പോൾ ജർമ്മനിയിൽ നാസി പാർട്ടി അധികാരത്തിൽ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാമത്തത് ജർമ്മനീസ് ഡിഫീറ്റ് ആൻഡ് സറണ്ടർ ഇൻ 1918. 1918 ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ പരാജയവും അവരുടെ കീഴടങ്ങലും, ദ മിലിറ്ററി ഓക്കുപ്പേഷൻ സൈനികമായ പിടിച്ചെടുക്കൽ, ദ ടെറിറ്റോറിയൽ സെഷൻസ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സെഷൻ എന്നുവെച്ചാൽ വിഭജനം, ദ ബർഡൻ ഓഫ് ദ ഹെവി റാപ്പറേഷൻ ഇമ്പോസ്ഡ് ഓൺ ദ വാർ സൈഡ്. യുദ്ധത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താണ്, ജർമ്മനിക്ക് ഒരുപാട് സാമ്പത്തികം ഇവർക്ക് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നു. കാരണം കുറേ ഭാഗം ജർമ്മനി എന്ത് ചെയ്തു, പിടിച്ചെടുത്തായിരുന്നു. അതിനൊക്കെ നഷ്ടപരിഹാരം എന്ത് ചെയ്യേണ്ടി വന്നു, ജർമ്മനിക്ക് തിരികെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് എന്തിന് കാരണമായത്, ജർമ്മനിയിൽ നാസിസം എന്ന് പറയുന്ന ഐഡിയോളജി ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ദ ജർമ്മൻസ് കുഡ് നോട്ട് ബിലീവ് ദാറ്റ് ദെയർ ആർമീസ് ഹെൽഡ് ബൈ ദം ടു ബി ഇൻവിസിബിൾ പെർ ഡിഫീറ്റ്. അപ്പോൾ ജർമ്മനി ഒരിക്കലും എന്ത് ചെയ്തില്ല, വിശ്വസിച്ചിരുന്നില്ല. എന്താണ്, ഈ യുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടു പോകും അല്ലെങ്കിൽ അവരുടെ സൈന്യം പരാജയപ്പെട്ടു പോകും എന്നുള്ള കാര്യം ഇവർക്കെന്താ, അതിൽ വിശ്വാസം ഇല്ലായിരുന്നു. They believed that the Germans were stabbed in the back by Jews and the socialists. They believed that Germans were stabbed in the back by the Jews and socialists. By the Jewsനെയും സോഷ്യലിസ്റ്റുകളെല്ലാം എന്ത് ചെയ്ത് അടിച്ചമർത്തിക്കൊണ്ട് ജർമ്മൻസ് വിജയിക്കുമെന്നായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസം എന്ന് പറയും. They were determined to retrieve their national honor and dignity. അവരുടെ ആ ദേശീയ ഡിഗ്നിറ്റിയും അന്തസ്സും ആ ബഹുമതിയും ഒക്കെ അവർക്ക് നിലനിർത്താൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവർ തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊന്നും എന്ത് ചെയ്തില്ല, നടന്നില്ല. അതുകൊണ്ട് കാരണമാകുന്നു ജർമ്മനിയിലെ നാസിസം ഉണ്ടാകുന്നതിന് കാരണമാണ്. ഇതൊരു റീസൺ. രണ്ടാമത്തത്, the another important factor that helped the Nazis to capture power was the extreme economic hardship felt by German people. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ജർമ്മനിയിൽ നാസിസം എസ്റ്റാബ്ലിഷ് ആകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജർമ്മനിയിലുണ്ടായ സാമ്പത്തികപരമായ നഷ്ടം അല്ലെങ്കിൽ ജർമ്മൻ പീപ്പിൾസിനുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. ദ ഗ്രേറ്റ് ഇൻഫ്ലേഷൻ കോസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ദി ജർമ്മൻ ഗവൺമെൻറ് വിച്ച് ഓർഡേഡ് ദ പ്രിൻറ്റിംഗ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് പേപ്പർ മണി ലെഡ് ടു എ ഫാൾ ഇൻ ദ വാല്യൂ ഓഫ് മാർക്ക്. അവിടെ ഉണ്ടായ ഗ്രേറ്റ് ഇൻഫ്ലേഷൻ, അത് ഈ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്, ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ദേ ഓർഡേഡ് ദ പ്രിൻറ്റിംഗ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് പേപ്പർ മണി. മണി പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ലാർജ് ക്വാളിറ്റിയിൽ പേപ്പർ പ്രിൻ്റ് ചെയ്യുവാൻ ഇവർ ആവശ്യപ്പെടുന്നു. അതെന്ത് ചെയ്യുന്നു, ദാറ്റ് ലെഡ് ടു എ ഫാൾ ഇൻ ദ വാല്യൂ ഓഫ് മാർക്ക് വിത്ത് ഡിസാസ്റ്റർസ് റിസൾട്ട്സ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, അവിടുത്തെ ജർമ്മനിയുടെ നാണയമാണ് മാർക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നതിന് ഇടിയുന്നതിന് കാരണമാകും. ഇനി അടുത്തത്, the Treaty of Versailles had deprived Germany for her best coal and iron mines and a large number of their gigantic factories. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വെർസൈൽ ട്രീറ്റിയാണ്. അപ്പോൾ ആ വെർസൈൽ ട്രീറ്റി വഴി ഇവർക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടായിരുന്ന കോൾ ആൻഡ് അയൺ ഫാക്ടറീസും മൈൻസും ഒക്കെ അവർക്ക് എന്ത് ചെയ്യുന്നു, നഷ്ടമാകുന്നു. ദിസ് ലോസ് ട്രിപ്പിൾഡ് ഹെർ ഇൻഡസ്ട്രി, അത് അവരുടെ ആ ഒരു എന്താ വ്യാവസായിക മേഖല എന്ത് ചെയ്യുന്നു, തകർക്കുന്നു. അതുപോലെ എന്താണ്, അദ്ദേഹം ആൾസോ പേ എ ഹ്യൂജ് വാർ ഇൻഡംനിറ്റി, നഷ്ടപരിഹാരമായിട്ട് ഒരുപാട് പണം അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, കൊടുക്കേണ്ടി വന്നു ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം. The country was on the verge of economic ruin and the government was unable to pull out the country from the impending crisis. അങ്ങനെ വന്നപ്പോൾ എന്താ, രാജ്യം സാമ്പത്തികപരമായ പ്രതിസന്ധിയിൽ ആയി മാറുന്നു. പക്ഷേ അന്നത്തെ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഈ ഒരു ക്രൈസിസിൽ രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞില്ല. The people were desperate and were ready and willing for a change of government. ജനങ്ങൾ നിരാശരാവുകയും പുതിയൊരു ഗവൺമെൻറ് സ്വീകരിക്കാൻ അല്ലെങ്കിൽ പുതിയൊരു ഗവൺമെൻറ് സിസ്റ്റത്തിലേക്ക് പോകുവാൻ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, തയ്യാറാവുകയും ചെയ്യുന്നു. മിലിറ്ററിസം ആൻഡ് ദ ഇയർ ഓഫ് കമ്മ്യൂണിസം ആൾസോ എയ്ഡഡ് ദ റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് നാസിസം ഇൻ പോസ്റ്റ് വാർ ജർമ്മനി. ഇപ്പം മിലിറ്ററിസവും അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണിസവും ഒക്കെ എന്തിനു സഹായിച്ചു, പോസ്റ്റ് വാർ പീരീഡിൽ ജർമ്മനിയിൽ നാസിസം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഐഡിയോളജി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് കാരണമാകുന്നു. സോ ദ ജർമ്മൻസ് ഹാഡ് ലോങ് ആൻഡ് ഹോണേഡ് മിലിറ്ററി ട്രഡീഷൻസ്, വളരെ ദൈർഘ്യമേറിയ അല്ലെങ്കിൽ പരമ്പരാഗതമായ ഒരു സൈനിക പാരമ്പര്യം ആർക്കുണ്ടായിരുന്നു, ജർമ്മനിക്ക് ഉണ്ടായിരുന്നു. ഇനി the spread of communist thought in Germany frightened the businessmen and landholders, and between it and Nazism they held the latter to be lesser evil. അപ്പോൾ ആ സമയത്ത് ജർമ്മനിൽ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിസം എന്ന് പറയുന്ന പാർട്ടി എന്ത് ചെയ്യുന്നത്, വളരുന്നത്. അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ വളർച്ച അവിടുത്തെ ബിസിനസ്മെന്നെയും ലാൻഡ് ഹോൾഡേഴ്സിനെയൊക്കെ എന്ത് ചെയ്തു, പിന്നെ ഭയപ്പെടുത്തുകയുണ്ടാകുന്നു, അവരെ പരിഭ്രാന്തപ്പെടുത്തുകയുണ്ടാകുന്നു. അപ്പോൾ ഈ നാസിസത്തിനും കമ്മ്യൂണിസത്തിനും ഇടയിലാവുന്ന ആര്, ഇവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്മാൻ. അപ്പം അവരെന്ത് ചെയ്യുന്നു, കമ്മ്യൂണിസ്റ്റേക്കാളും നല്ല മാർഗം എന്താ, നാസിസം ആണെന്ന് ഒരു തോന്നൽ എന്ത് ചെയ്യുന്നു, അവർക്കുണ്ടാകുന്നു. സോ ദേ ക്രിയേറ്റഡ് സീക്രട്ട് അസിസ്റ്റൻസ് ടു നാസിസമായിട്ട് എന്ത് ചെയ്യുന്നു, രഹസ്യമായിട്ട് ഈ ബിസിനസ്മാൻ ആ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. ഇനി the immediate cause that led to the establishment of rule of Nazis in Germany was the economic depression of 1929. 1929 ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ ആയിരുന്നു എന്താ, ജർമ്മനിയിൽ നാസിസം എന്ത് ചെയ്യുന്നതിന്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള അടിയന്തര കാരണം എന്ന് പറയുന്നത്. So despite initial difficulties, Germany had made a rapid economic recovery thanks to the efforts of the veteran industrialist Gutzwa Stresemann. അപ്പോൾ ആദ്യത്തെ ഒരു സാമ്പത്തിക തകർച്ച, ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ കഷ്ടം, നഷ്ടപരിഹാരം, ഇൻഡംനിറ്റി കൊടുക്കേണ്ടി വന്നു എങ്കിൽ പോലും അതിനകത്ത് നിന്നൊക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു, ഒരു സാമ്പത്തികപരമായ ഉയർച്ച ജർമ്മനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതിന് ഏറ്റവും അധികം സാഹചര്യം ഉണ്ടാക്കിയത് അവിടുത്തെ ഒരു വെറ്ററൻ ഇൻഡസ്ട്രിയലിസ്റ്റായ ഗുഡ്സ്റ്റാവ് സ്ട്രെസ്മാൻ എന്ന് പറയുന്ന ആളാണ്. ഏതോ ഒരു ക്വസ്റ്റ്യനകത്ത് ഷോർട്ട് നോട്ട് ചോദിച്ചിട്ടുണ്ട്, ഗുഡ്സ്റ്റാവ്, ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ അദ്ദേഹമായിരുന്നു ഈ ഒരു അവിടുത്തെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു വിജയം ജർമ്മനിക്ക് എന്ത് ചെയ്യാൻ, ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിച്ചു. സോ വാട്ട് എവർ ഹാഡ് been gained was completely lost following the Great Depression of 1900. പക്ഷേ ഈ ഉണ്ടാക്കിയതൊക്കെ എന്ത് ചെയ്തു, 1929 സാമ്പത്തിക പ്രതിസന്ധി മൂലം എന്ത് ചെയ്യുന്നു, ഇല്ലാതാവുക ചെയ്യുന്നു. ബിസിനസ്മെൻ ആൻഡ് ഇൻഡസ്ട്രീസ് ആൻഡ് ലാൻഡ് ലോഡ്സ് ലോസ്റ്റ് ഹെവിലി. ബിസിനസ്മെനും ഇൻഡസ്ട്രീസിനും ലാൻഡ് ലോഡ്സിനും ഒരുപാട് നഷ്ടം ഉണ്ടാകുന്നു. ആൻഡ് ഹെൽഡ് നോ ഹോപ്സ് ഓഫ് റിക്കവറിക്കുള്ള ഒരു പ്രതീക്ഷ അവർക്ക് എന്താ, ഇല്ലാതായി മാറുന്നു. Workers and peasants suffered consequent on cut in wages and increasing unemployment due to the closing of factories. ഫാക്ടറികൾ അടച്ചുപൂട്ടിയതിൻ്റെ ഫലമായിട്ട് വർക്കേഴ്സിനും പെസൻസിനും ഒക്കെ എന്താണ്, അവരുടെ വേജസ് കുറയുകയും അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് അവർ എന്ത് ചെയ്യുന്നു, പോവുകയും ചെയ്യും. അപ്പോൾ അതുപോലെ ഒരു എൻ്റയർ ഫ്യൂച്ചർ അപ്പിയർഡ് വെരി ഡാർക്ക് ടു യൂത്ത്. യുവജനങ്ങളുടെ അവസ്ഥയും എന്താ, വളരെ ഇരുണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു, മാറപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് എന്താ ഇവിടെ നാസിസം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എമർജ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി അവർ എന്ത് ചെയ്തു, ദേ പോക്ഡ് അറൗണ്ട് ദ ബാനർ റേസ്ഡ് ബൈ അഡോൾഫ് ഹിറ്റ്ലർ
as he held out the promise of a bright future to them. ഈ യുവജനങ്ങൾ ആരുടെ കീഴിലാണ് ഇറക്കുന്നു? ഹിറ്റ്ലറുടെ കീഴിൽ എന്ത് ചെയ്യുന്നതാണ് ഇതിലേക്കും അദ്ദേഹം ഇവർക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ നൽകാമെന്ന് എന്ത് ചെയ്യുന്നു വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിൽ ഫാസിസം അധികാരത്തിൽ വരുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് റൈസ് ഓഫ് ഹിറ്റ്ലർ ആൻഡ് ദ നാസി പാർട്ടി. ഒരുമിച്ച് പോകാമല്ലോ അല്ലേ? പിന്നെ ഹിറ്റ്ലറുടെ വളർച്ചയും നാസി പാർട്ടിയുടെ വളർച്ചയുമാണ്. ദ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കിംഗ് മെൻസ് പാർട്ടി, popularly known as Nazi Party, was founded in a beer hall in Munich in 1919. 1919 മ്യൂണിച്ചിലുള്ള ഒരു ബിയർ ഹാളിൽ വെച്ചാണ് എന്താ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി, അതായത് നാസി പാർട്ടി എന്ത് ചെയ്യുന്നത് രൂപീകരിച്ചത്. ഇറ്റ് സ്റ്റുഡ് ഫോർ എക്സ്ട്രീം നാഷണാലിസം ആൻഡ് സോഷ്യലിസ്റ്റ് ഫിലോസഫി. ബാറിൽ വെച്ചായിരുന്നു, ബിയർ ഹാളാണ്. അപ്പോൾ ഇത് എക്സ്ട്രീം നാഷണാലിസം, അതായത് ദേശീയതയുടെ അങ്ങേയറ്റം, ആൻഡ് സോഷ്യലിസ്റ്റ് ഫിലോസഫി, ഈ രണ്ട് കോൺസെപ്റ്റിലായിരുന്നു എന്താ പാർട്ടി വിശ്വസിച്ചിരുന്നത്. Hitler, who emerged as the leader of the party in the late 20s of the century, was born in Austria in 1889. ഹിറ്റ്ലർ പിന്നീടാണ് എന്ത് ചെയ്യുന്നത് പാർട്ടിയിലേക്ക് കടന്ന് 20ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നത് പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വന്ന ഹിറ്റ്ലർ അദ്ദേഹം ജനിച്ചത് ഓസ്ട്രിയയിൽ 1889 ആയിരുന്നു. He was the son of a petty customs officer. ഒരു പെറ്റി സാധാരണ കസ്റ്റംസ് ഓഫീസറുടെ മകനായിരുന്നു ആരാ ഹിറ്റ്ലർ. He became an orphan when he was 17 years old and he left for Vienna to become an architect in 1909. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇനി അദ്ദേഹം അനാഥനാവുന്നു. അങ്ങനെ 17ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അനാഥനാവുന്നത്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, വിയന്നയിലേക്ക് പോകുന്നു. അവിടെ ഒരു ആർക്കിടെക്റ്റായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു 1909 ജോലിയിൽ പ്രവേശിക്കുന്നു. As he failed in the entrance test, he could not join the Academy of Arts, and he could eke out a living as a painter of postcards and by doing odd jobs. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആർക്കിടെക്റ്റ് ആവാൻ വേണ്ടി പോയി, പക്ഷേ എൻട്രൻസിൽ എന്ത് ചെയ്യുന്നു, പരാജയപ്പെടുന്നു. അങ്ങനെ അവിടുന്ന് പുറത്തായ അദ്ദേഹം ഈ പോസ്റ്റ് കാർഡുകളൊക്കെ പെയിൻറ്റ് ചെയ്തുകൊണ്ട് വളരെ പരിതാപകരമായ ജീവിതം എന്ത് ചെയ്യുന്നത് നയിക്കുന്നു. In 1911, he left for Munich, and when the war broke out in 1914, he enrolled himself as a soldier in German army and went to France. അങ്ങനെ 1914 അദ്ദേഹം എന്ത് ചെയ്യുന്നു, മ്യൂണിഷിൽ നിന്നും വിയന്നയിൽ നിന്നും എവിടേക്ക് പോകുന്നു, മ്യൂണിഷിലേക്ക് പോയി. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, യുദ്ധം 1914 പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു സോൾജറായിട്ട് ജർമ്മൻ ആർമി ചേർന്നു. അവിടുന്ന് ഫ്രാൻസിലേക്ക് പോകുന്നു. He was wounded and while in hospital the war ended. അപ്പോൾ അദ്ദേഹത്തിന് യുദ്ധത്തിൽ പരിക്ക് പറ്റുന്നു. അങ്ങനെ ഹോസ്പിറ്റലായിരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, യുദ്ധം അവസാനിച്ചത്. He was awarded the Iron Cross for bravery. ധീരതയ്ക്കുള്ള അവാർഡ് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അയൺ ക്രോസ് ബഹുമതി കിട്ടുന്നു. അയൺ ക്രോസ് ബഹുമതി കിട്ടുന്നു. Following the termination of hostilities, Hitler became a house decorator in Munich. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ശത്രുതകളൊക്കെ മാറിയപ്പോൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒരു മ്യൂണിഷിലെ ഒരു ഹൗസ് ഡെക്കറേറ്ററായിട്ട് മാറുന്നു. ആൻഡ് ഹി ആൾസോ ടു ആക്റ്റീവ് പൊളിറ്റിക്സ്, ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നു, രാഷ്ട്രീയത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പങ്കെടുക്കുന്നു. ഹി ഫോംഡ് ദ നാസി പാർട്ടി ഇൻ അസോസിയേഷൻ വിത്ത് സം ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ പാർട്ടി അദ്ദേഹം എന്ത് ചെയ്തു, രൂപീകരിച്ചു. ദ പാർട്ടി അപ്ഹെൽഡ് എ റാഡിക്കൽ പ്രോഗ്രാം. വളരെ റാഡിക്കലായിട്ടുള്ള ഒരു പ്രോഗ്രാം ആ പാർട്ടി എന്ത് ചെയ്തത്, സ്വീകരിച്ചത്. റാഡിക്കൽ എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള ഒരു പ്രോഗ്രാം. It denounced the Treaty of Versailles and demanded the union of all Germans, condemned the parliamentary system, attacked the Jews and stood for national socialism. പാർട്ടിയുടെ ഏറ്റവും ചില പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ട്രീറ്റി ഓഫ് വെർസൈൽ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിച്ചില്ല, അതിനെ ഡിനൗൺസ് ചെയ്യുന്നു. അതുപോലെ എന്താണ്, എല്ലാ ജർമ്മൻസിൻ്റെയും യൂണിയൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. പാർലമെൻ്ററി സിസ്റ്റത്തെ അവഗണിക്കുന്നു. യഹൂദന്മാരെ ആക്രമിക്കുന്നു. നാഷണൽ സോഷ്യലിസം, ദേശീയ സോഷ്യലിസത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, നിലകൊള്ളുന്നു. Though he had little experience in statesmanship, Hitler was gifted with a fiery and he gathered a following of ex-soldiers, middle class, white-collar men, idealistic university students,
എക്സെപ്റ്റ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ ഈ സ്റ്റേറ്റ്മാൻഷിപ്പിൽ അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പരിചയം കുറവായിരുന്നെങ്കിൽ പോലും ഒരുപാട് സുഹൃത്ത് ബന്ധം ആർക്കുണ്ടായിരുന്നു, ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായത് എക്സ് സോൾജിയേഴ്സിനോടൊപ്പം, മിഡിൽ ക്ലാസ് മെന്നോടൊപ്പം, വൈറ്റ് കോളർ മെന്നോടൊപ്പം, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനോടൊപ്പം ഒക്കെ എന്താണ് അദ്ദേഹത്തിന് ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എൻകറേജ്ഡ് ബൈ മുസോളിനീസ് ട്രയംഫ് ഇൻ ഇറ്റലി, ഹിറ്റ്ലർ അറ്റംപ്റ്റഡ് എ കോപ്പ് ഇൻ ജർമ്മനി. അപ്പം ഈ മുസോളിനി ഇറ്റലിയിൽ എന്ത് ചെയ്തപ്പോൾ വിജയം നേടിയതിൻ്റെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ജർമ്മനിയിലൊരു സൈനിക വ്യൂഹം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, തയ്യാറാക്കുന്നു. ആദ്യം ഒരു ആർമിയെ. ബട്ട് ഇറ്റ് ഫെയിൽഡ് ആൻഡ് ഹി വാസ് ഇംപ്രസ്ഡ്. പക്ഷെ അത് പരാജയപ്പെടുന്ന ഇദ്ദേഹത്തെ എന്ത് ചെയ്തു, ജയിലിലടക്കുകയും ചെയ്തു. വൈൽ ഇൻ പ്രിസൺ ഹി റോട്ട് മെയിൻ കാംപ്, that is my battle, a mixture of autobiography, personal philosophy and blatant prejudices, which after his rise to power was sold by the millions. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, ജയിലിൽ കിടന്ന സമയത്താണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, മെയിൻ കാംപ് എന്ന് പറയുന്ന തൻ്റെ വർക്ക്, അത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ട് നമുക്ക് കാണാം. മെയിൻ കാഫിൻ്റെ അർത്ഥം മൈ ബാറ്റിൽ എൻ്റെ യുദ്ധമാണ്. ഹിറ്റ്ലറുടെ ഓട്ടോബയോഗ്രഫി എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് എന്താ, മെയിൻ കാഫാണ്. പക്ഷെ അത് വെറും മെയിൻ കാഫ് എന്ന് പറഞ്ഞാൽ വെറും അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി മാത്രമല്ലായിരുന്നു. അദ്ദേഹം പിന്നെ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ എന്താ പേഴ്സണൽ ഫിലോസഫിയും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നേരിട്ട തിരിച്ചടികളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ മെയിൻ കാഫ് തയ്യാറാക്കുന്നത്. അപ്പോൾ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം കോടിക്കണക്കിന് രൂപയ്ക്കാണ് എന്ത് ചെയ്തത്, ഇദ്ദേഹത്തിൻ്റെ ബുക്ക് വിറ്റുപോയത്. ഓൺ റിലീസ് ഹി ഫൗണ്ട് ദാറ്റ് ഹിസ് പാർട്ടി ഹാഡ് മെയ്ഡ് ലിറ്റിൽ പ്രോഗ്രസ്. അപ്പോൾ അദ്ദേഹം ജയിലിൽ നിന്ന് റിലീസായതിനു ശേഷം എന്താണ് അദ്ദേഹം കണ്ടെത്തുന്നു, എന്ത് പാർട്ടിക്ക് യാതൊരു വിധമായ പുരോഗതി ഉണ്ടായിട്ടുള്ള അദ്ദേഹം മനസ്സിലാക്കുന്നു. ബട്ട് ദ റാങ്ക്സ് ഓഫ് ദ നാസി സെൽഡ് ആഫ്റ്റർ എക്കണോമിക് റൈസ് ഓഫ് 1939. പക്ഷേ പാർട്ടിയുടെ സ്ഥാനം 1929 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം പാർട്ടിക്ക് ഒരു വിജയം എന്ത് ചെയ്യില്ല, ഉണ്ടായില്ല. യൂത്ത് ആൻഡ് ദോസ് ഫ്രം ലോവർ മിഡിൽ ക്ലാസ് ജോയിൻഡ് ഇറ്റ് ഇൻ ലാർജ് നമ്പേഴ്സ്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പിന്നീട് എന്ത് ചെയ്യുന്നു, ചെറുപ്പക്കാരും ലോവർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ഈവൻ ലാൻഡ് അരിസ്റ്റോക്രാറ്റ്സ് ആൻഡ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ മാഗ്നറ്റ്സ് എക്സ്റ്റെൻഡഡ് ദിയർ സപ്പോർട്ട് ടു നാസിസ് as the communist posed a serious threat to them. അപ്പോൾ ഈ സമയത്ത് ജർമ്മനിയിൽ എന്തുണ്ട്, കമ്മ്യൂണിസം ഉണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിസത്തിൻ്റെ ഭീഷണി ഭയന്നുകൊണ്ട് അവിടുത്തെ ലാൻഡ് ആയിട്ടുള്ള അരിസ്റ്റോക്രാറ്റുകളും ബിസിനസ് മാഗ്നറ്റുകളും ഒക്കെ എന്ത് ചെയ്യുന്നു, നാസി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം കമ്മ്യൂണിസം നിന്നാൽ അത് അവർക്ക് എന്താ വിജയത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ബാധിക്കുമെന്ന് ഭയം ഉൾക്കൊണ്ടുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഹിറ്റ്ലറെ സപ്പോർട്ട് ചെയ്യും. ഹിറ്റ്ലർ അറേഞ്ച്ഡ് ബിഗ് റാലീസ് ഓഫ് ഹിസ് പാർട്ടിമെൻ where the brown shirts, Nazi volunteers marched to the tune of material music, followed by the Nazi leaders' thunderous speeches. ഇത് ബ്രൗൺ ഷർട്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു മീറ്റിംഗ്, ഒരു മാർച്ച് അദ്ദേഹം അറേഞ്ച് ചെയ്ത്, അതിനെ വിളിക്കുന്ന പേരെന്താ, ബ്രൗൺ ഷർട്ട്സ് എന്നാണ്. അപ്പോൾ ആ ബ്രൗൺ ഷർട്ടിൽ അവൻ്റെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, വളരെ ഗംഭീരമായൊരു പ്രസംഗം അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടെ നടത്തുന്നു. ദ പാർലമെൻ്ററി സിസ്റ്റം ഇൻ ജർമ്മനി സെറ്റപ്പ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ പ്രാക്ടിക്കലി ബ്രോക്ക് ഡൗൺ ഇൻ 1930. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ സ്ഥാപിച്ച പാർലമെൻ്ററി സിസ്റ്റം 1932 എന്ത് ചെയ്യുന്നു, പരാജയപ്പെടുന്നു. നോ സ്റ്റേബിൾ മിനിസ്ട്രി കുഡ് ബി ഫോം ആൻഡ് മെനി ചാൻസലേഴ്സ് അപ്പിയർഡ് ഓൺ ദ സ്റ്റേജ് one after another with none being able to prove himself equal to his task. 32 ശേഷം എന്താണ്, ഒരു ശക്തമായ മിനിസ്ട്രി എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ജർമ്മനിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപാട് ചാൻസലേഴ്സ് മാറി മാറി അധികാരത്തിൽ വന്നു എങ്കിൽ പോലും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ആർക്കും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ ഹിറ്റ്ലർക്ക് തുല്യമായിട്ട് ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. സോ ഇൻ ദിസ് സർക്കംസ്റ്റാൻസസ് ദ ജർമ്മൻ പ്രസിഡന്റ് പോൾ വോൺ ഹിൻഡർബർഗ് was persuaded to appoint Adolf Hitler as the new chancellor in Germany in 1933. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യുന്നത്,
അപ്പോൾ ഒരു കൗൺസിലറിനെ പോലും രാജ്യത്തിൻ്റെ ഭരണം അല്ലെങ്കിൽ ഒരു ചാൻസലറിനെ പോലും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോഴാണ് 1933 ജർമ്മൻ പ്രസിഡൻ്റ് ആയിരുന്ന പോൾ വോൾ ഹിൻഡൻബർഗ് അദ്ദേഹം ഇതിന് നിർബന്ധിതനാകും, ഹിറ്റ്ലറെ ജർമ്മനിയുടെ ചാൻസലറായി നിയമിക്കുവാൻ എന്ത് ചെയ്യുന്നു, നിർബന്ധിതനാകുന്നു. അങ്ങനെ 1993 ഹിറ്റ്ലർ 1933 ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി അധികാരത്തിൽ വരുന്നു. ഹിറ്റ്ലർ മാനേജ് ടു ഗെറ്റ് ദ റീസ്റ്റാഗ് ഓർ ദ ജർമ്മൻ ലെജിസ്ലേച്ചർ ഡിസോൾവ്ഡ്. റീസ്റ്റാഗ് ജർമ്മൻ ലെജിസ്ലേച്ചറിൻ്റെ പേരാണ് റീസ്റ്റാഗ്. 3 മാർക്കിന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കേണ്ടത്, പുറത്ത് വെച്ചോളം മാർക്കല്ലേ. അപ്പം അദ്ദേഹം എന്തിന് ശ്രമിക്കുന്നു, റീസ്റ്റാഗ് അല്ലെങ്കിൽ ജർമ്മൻ ലെജിസ്ലേച്ചർ പിരിച്ചുവിടാൻ ആര് ശ്രമിക്കുന്നു, ഹിറ്റ്ലർ ശ്രമിക്കുന്നു. ആൻഡ് ഫ്രഷ് ഇലക്ഷൻസ് ഹെൽഡ്. അവിടെ എന്ത് ചെയ്തു, ഫ്രഷ് ഇലക്ഷൻ നടത്തി. ബട്ട് ദ നാസിസ് ഡിഡ് നോട്ട് സെക്യൂർ എ മെജോറിറ്റി. പക്ഷേ എന്ത് ചെയ്തില്ല, നാസിസിന് മെജോറിറ്റി നേടാൻ കഴിഞ്ഞില്ല. ദോ ഇൻ അസോസിയേഷൻ വിത്ത് ദിയർ ആലീസ് ദ നാഷണലിസ്റ്റ് ദേ കമാൻഡ് എ സ്ലെൻഡർ മെജോറിറ്റി ഇൻ ദ റെസ്റ്റാഗ്. പക്ഷേ നാഷണലിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയുമായി യോജിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, റെസ്റ്റാഗിൽ ഒരല്പം മെജോറിറ്റി നേടിയെടുക്കാൻ ആർക്ക് കഴിഞ്ഞു, പിന്നെ ഹിറ്റ്ലറുടെ നാസി പാർട്ടി കഴിഞ്ഞു. ഹവർ at the meetings of new Reichstag in March 1933, it voted to confer on Hitler vast unlimited power. പക്ഷേ ഈ റെസ്റ്റാഗിൽ നടന്ന ഈ ഫസ്റ്റ് മീറ്റിങ്ങിൽ എന്ത് ചെയ്യുന്നു, ആ സമ്മേളനത്തിൽ വെച്ച് ഹിറ്റ്ലർക്ക് എന്താ അൺലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സ് നൽകുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, അവിടെ വോട്ടെടുപ്പ് നടത്തുന്നു. In August 1934, President Hindenburg died and Hitler united in his own person the officers of the Chancellor and the President. 34 ഹിൻഡൻബർഗ് എന്ത് ചെയ്യുന്നു, മരണപ്പെടുന്നു. അങ്ങനെ ഹിറ്റ്ലർ ആ ഓഫീസിലുണ്ടായിരുന്ന തൻ്റെ ആളുകളെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ജർമ്മനിയുടെ പ്രസിഡൻ്റായിട്ട് മാറുന്നു. വിത്ത് ദ കൺസെൻറ്റ് ഓഫ് നേഷൻ expressed through a plebiscite, Hitler took the title of Führer or leader and set up the Third Reich or Empire. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ജനകീയ പിന്തുണ നേടിയെടുക്കുവാൻ വേണ്ടി ഒരു പ്ലെബിസൈറ്റ്, ഒരു ജനഹിത പരിശോധന ആര് നടത്തി, ഹിറ്റ്ലർ നടത്തുന്നു. അങ്ങനെ ഹിറ്റ്ലർ നടത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഫഹ്റർ FUHRER ഫഹ്റർ അല്ലെങ്കിൽ ലീഡർ എന്ന ഒരു ടൈറ്റിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടുത്തെ എന്ത് ചെയ്യുന്നു, ജർമ്മനിയുടെ തേർഡ് എംപയർ, ആ തേർഡ് എംപയറിൻ്റെ പേര് തേർഡ് റീച്ച് എന്നാണ്. REICH, റെച്ചാഗ് എന്ന് പറഞ്ഞില്ല രജിസ്ട്രേഷൻ. അപ്പോൾ എംപയറിൻ്റെ പേര് റീച്ച് എന്നാണ്. ആ തേർഡ് എംപയർ എന്ത് ചെയ്യുന്നു, ഹിറ്റ്ലർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് എംപയർ ക്രിയേറ്റ് ചെയ്തത് ഓട്ടോ ദ ഗ്രേറ്റ്. 962 AD ഓട്ടോ ദ ഗ്രേറ്റ് ആയിരുന്നു എന്താ ആദ്യത്തെ റൈച്ച് അല്ലെങ്കിൽ എംപയർ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. രണ്ടാമത്തെ എംപയർ സ്ഥാപിച്ചത് 1871 ഓട്ടോ വൺ ബിസ്മാർക്ക്. കേട്ടുണ്ടല്ലോ, ബിസ്മാർക്ക് രണ്ടാമത്തെ ജർമ്മൻ എംപയർ ജർമ്മൻ റൈച്ച് കൊണ്ടുവരുന്നത്. അതിനുശേഷം മൂന്നാമത്തെ ജർമ്മൻ എംപയർ സ്ഥാപിക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസിലേക്ക് നമ്മൾ പോകുന്നത്. ഹിറ്റ്ലർ ഇൻട്രൊഡ്യൂസ്ഡ് സ്വീപ്പിംഗ് ചേഞ്ചസ് ഇൻ ദി ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. വളരെ സ്വീപ്പിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര ഭരണത്തിൽ വളരെ ക്രിയാത്മകമായ മാറ്റം ആര് കൊണ്ടുവന്നു, ഹിറ്റ്ലർ കൊണ്ടുവന്നു. ദ ഫെഡറൽ ക്യാരക്ടർ ഓഫ് ദി ജർമ്മൻ സ്റ്റേറ്റ് വാസ് ചേഞ്ച്ഡ്. ജർമ്മനിയുടെ ഫെഡറൽ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു. ഇറ്റ് ബിക്കെയിം എ ഹൈലി സെൻട്രലൈസ്ഡ് യൂണിറ്ററി സ്റ്റേറ്റ്. ആ ഫെഡറൽ സ്റ്റേറ്റ് മാറ്റിയിട്ട് ജർമ്മനി ഒരു യൂണിറ്ററി സ്റ്റേറ്റാക്കി എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. All political parties with the solitary exception of Nazi party were proscribed. നാസി ഒഴികെ മറ്റുള്ള എല്ലാ പാർട്ടികളും എന്ത് ചെയ്യുന്നു, അവിടെ നിരോധിച്ചു. സ്ട്രിക്റ്റ് കൺട്രോൾ വാസ് എക്സൈസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ദി മീഡിയ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, പ്രസ്, റേഡിയോ, സിനിമ എക്സെട്ര. സിനിമ, പ്രസ്, റേഡിയോ, മാസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഏർപ്പെടുത്തുന്നു. ജൂസ് വെയർ പ്രോസിക്യൂട്ടഡ് ആൻഡ് പെർസിക്യൂട്ടഡ്. യഹൂദന്മാരെ എന്ത് ചെയ്യുന്നു, തട്ടിക്കളയുന്നു അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു, ശിക്ഷിക്കുന്നു. മില്യൺസ് ഓഫ് ദം വെയർ ടോർച്ചേർഡ് ടു ഡെത്ത്. ആയിരക്കണക്കിന് ആളുകളെ എന്ത് ചെയ്യുന്നു, കൊന്നൊടുക്കുകയുണ്ടായി. അത് സംഭവമുണ്ട്. ഗില്ലറ്റിൻ ക്ലോഷർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഗില്ലറ്റിൻ ക്ലോഷർ ഇവിടെ എന്ത് ചെയ്യുന്നത്, അതിനകത്ത് പറയുന്നില്ല എന്ന്.
ഞാൻ വരച്ചിട്ടേക്കാം. മില്യൺസ് ഓഫ് ദം വെയർ ടോർച്ചേർഡ് ഡെത്ത്. ഇനി അതിനകത്ത് വിളിക്കുന്ന പേരാണ് എന്താ ഗില്ലറ്റിൻ എന്ന് പറയുന്ന മെഷീൻ കയറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൊളിറ്റിക്സിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അവിടെ എന്ത് ചെയ്യുന്നു, ഇവരെ കൊന്നിട്ടത്. സോ ദി എനിമീസ് ഓഫ് ഹിറ്റ്ലർ ആൻഡ് ദോസ് ഹൂ ട്രേഡ് അറ്റാക്ക് ഹിസ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ആർ എലിമിനേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗെസ്റ്റപ്പോ ഓർ ദ സീക്രട്ട് പോലീസ്. അപ്പോൾ ഇവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ, ഇദ്ദേഹത്തെ ഭയന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിൻ്റെ പ്ലാൻസിനെയും പോളിസീസിനെയും ഒക്കെ എലിമിനേറ്റ് ചെയ്ത ആളുകൾ ഗെസ്റ്റപ്പോ എന്ന് പറയുന്ന ആ ഒരു സീക്രട്ട് പോലീസ്, അവിടുത്തെ രഹസ്യ പോലീസായിരുന്ന ഏതാ, ഗെസ്റ്റപ്പോ. അപ്പോൾ അവരുടെ എന്ത് ചെയ്യുന്നു, സഹായത്തോടെ അവിടുന്ന് അവർ എന്ത് ചെയ്യുന്നു, ഇയാൾക്കെതിരെ അപ്പോൾ എന്താ പ്ലാനുകൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു ഹിറ്റ്ലർക്കെതിരായിട്ട്. ഗെസ്റ്റപ്പോ ഹിറ്റ്ലറുടെ പോലീസല്ലേ അത്? പക്ഷെ അതിനകത്ത് എന്താ ഈ ഇദ്ദേഹത്തിന് എതിരാളികൾ എന്താ ഉണ്ടായിരുന്നു. ഹി പ്ലേസ്ഡ് എ ഗോൾ ഓഫ് എക്കണോമിക് സെൽഫ് സഫിഷ്യൻസി. അവിടെ എന്താ സാമ്പത്തിക സ്വയം പര്യാപ്തിക്ക് വേണ്ടിയിട്ട് ചില പദ്ധതികൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് അതായത് ജ്യൂസിനെയൊക്കെ എന്ത് ചെയ്യുന്നു, അവിടുന്ന് പിന്നെ പുറത്താക്കുന്നു, ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നു. ഇനി എനിമീസ് ഓഫ് ഹിറ്റ്ലർ ആൻഡ് ദോസ് ഹു ട്രേഡ് അറ്റാക്ക് ഹിസ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെയും ഇദ്ദേഹത്തിൻ്റെ പോളിസീസിനെയും പ്രോഗ്രാംസിനെയൊക്കെ എതിർത്തിരുന്ന ആളുകളെ ഗെസ്റ്റപ്പോ എന്ന് പറയുന്ന സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടുന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോറി. ഹി പ്ലേസ് ദ ഗോൾ ഓഫ് എക്കണോമിക് സെൽഫ് സഫിഷ്യൻസി. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടെ എക്കണോമിക് സെൽഫ് സഫിഷ്യൻസി കൊണ്ടുവരുന്നു. ആൻഡ് ഹി ആൾസോ ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. വ്യാവസായിക കാർഷിക മേഖലയിൽ ഒരുപാട് പുരോഗതി ഇദ്ദേഹം കൊണ്ടുവന്നു. അഗ്രികൾച്ചറിനെ അദ്ദേഹം മെക്കനൈസ് ചെയ്യുന്നു. ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ധാരാളമായിട്ട് എന്ത് ചെയ്തു, ഉപയോഗിച്ചു. ദെൻ മോർ ലാൻഡ് വെയർ യൂസ്ഡ് ഫോർ പ്ലോയിങ് ഫോർ അഗ്രികൾച്ചർ. കൂടുതൽ ഭൂമി എന്ത് ചെയ്തു, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഉപയോഗിക്കുകയും ചെയ്തു. ട്രേഡ് യൂണിയൻസ് സപ്രസ്ഡ്. ട്രേഡ് യൂണിയനിൽ അടിച്ചമർത്തി. സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട് വെയർ ബാൻഡ്. സ്ട്രൈക്കും ലോക്കൗട്ടും എല്ലാം എന്ത് ചെയ്തു, അദ്ദേഹം ചോദിച്ചു. എവരി എഫേർട്സ് വാസ് മെയ്ഡ് ടു റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ്. തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തു. സ്പെഷ്യൽ എഫേർട്സ് വെയർ ആൾസോ മെയ്ഡ് ഇൻകൾക്കേറ്റ് ഇൻ ദ ജർമ്മൻ പീപ്പിൾ ദ ഫീലിംഗ് ഓഫ് റേഷ്യൽ സുപ്പീരിയോറിറ്റി. അപ്പോൾ ജർമ്മനിയിലെ ജനങ്ങൾക്ക് അവരുടെ ആ വംശീയ മേധാവിത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൻ്റെ ഡോമിനേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്സുകൾ അദ്ദേഹം എന്ത് ചെയ്തു, കൊണ്ടുവന്നു. പിന്നെ അതാണ് ഹി ആൾസോ ചേഞ്ച് ജർമ്മൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. ജർമ്മൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, മാറ്റുകയുണ്ടാക്കി. ആൻഡ് ഹി റൈസ്ഡ് വെരി എഫക്റ്റീവ് പ്രൊപ്പഗാൻഡ ടു റൈസ് നാസിസം. നാസിസത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രചരണ പരിപാടികളായി സ്വീകരിച്ചു. ഹിറ്റ്ലർ എന്ത് ചെയ്തു, സ്വീകരിക്കുകയുണ്ടാവുന്നു. ലൈക്ക് ഫാസിസം, നാസിസം വാസ് ആൾസോ കളക്ടിവിസ്റ്റ്, അതോറിറ്റേറിയൻ, നാഷണലിസ്റ്റിക്, മിലിറ്ററിസ്റ്റിക് ആൻഡ് റൊമാൻറ്റിക്. ഫാസിസം പോലെ തന്നെ എന്താണ്, നാസിസവും കളക്ടിവിസ്റ്റ് ആയിട്ടുള്ള, നാഷണലിസ്റ്റിക് ആയിട്ടുള്ള, അതോറിറ്റേറിയൻ ആയിട്ടുള്ള, മിലിറ്ററിസ്റ്റിക് ആയിട്ടുള്ള, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയോളജി ആയിട്ട് എന്ത് ചെയ്തു, വളരുക ചെയ്തു. So Hitler, after having entrenched himself in the authority in Germany, decided to settle Germany's old scores with who had imposed treaty of sale on her. എന്താണ് ഇങ്ങനെ ഹിറ്റ്ലറുടെ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം എടുത്ത തീരുമാനം എന്ന് പറയുന്നത് പഴയ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം, ജർമ്മനി തിരിച്ചുകൊണ്ടാണ്. ട്രീറ്റി ഓഫ് വെർസൈൽ നടപ്പിലാക്കിയ വഴി ഒരുപാട് നഷ്ടം ആർക്കുണ്ടായി, ജർമ്മനിക്കുണ്ടാവുന്നു. സോ ഡിറ്റർമൈൻഡ് ടു മേക്ക് മിലിറ്ററി ജർമ്മനി ആസ് എ മൈറ്റ് പവർ military, he ignored the provisions of treaty relating to the disarmament and began rearming the country with vengeance. അപ്പോൾ ഈ ഒരു ലക്ഷ്യം, അതായത് ജർമ്മനിയെ ഏറ്റവും ശക്തമായ ഒരു പവറാക്കി വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഡിസാർമമെൻ്റ് എന്ന് പറയുന്ന, നിരായുധീകരണം എന്ന് പറയുന്ന വെർസൈൽ ട്രീറ്റിയിലെ ആ ഒരു എഗ്രിമെൻ്റ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ലംഘിക്കുന്നു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, രാജ്യത്തിൻ്റെ വളരെ എന്താ പറയുക, വളരെ വൈരാഗ്യത്തോടു കൂടി തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ജർമ്മനിയുടെ സൈന്യത്തെ അദ്ദേഹം റീയുണൈറ്റ് ചെയ്യുന്നു. ഹി റെപ്യൂട്ടേറ്റഡ് ദ വാർ ഡെറ്റ്സ് ആൻഡ് റെപ്പറേഷൻ, ഇൻട്രൊഡ്യൂസ്ഡ് യൂണിവേഴ്സൽ മിലിറ്ററി സർവീസ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ പിന്നെ വാർ ഇൻഡെംനിറ്റി കൊടുക്കണമായിരുന്നല്ലോ, അതിനേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നു, നിരാകരിച്ചുകൊണ്ട് ഒരു യൂണിവേഴ്സൽ മിലിറ്ററി സർവീസ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടാക്കുന്നു. അതായത് നേവിയും ആർമിയും എയർഫോഴ്സും എല്ലാം കൂടി ചേർത്തുള്ള വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് ഉള്ള ഒരു യൂണിവേഴ്സൽ മിലിറ്ററി സർവീസ് ആര് എസ്റ്റാബ്ലിഷ് ചെയ്തു, ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദെൻ ഹി എസ്റ്റാബ്ലിഷ്ഡ് റോം, ബെർലിൻ, ടോക്കിയോ ആക്സിസ്. നമ്മൾ പഠിച്ചതാണ് ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ. റോം, ബെർലിൻ, ടോക്കിയോ ആക്സിസ് എന്ന് പറയുന്ന ഒരു അലയൻസ് അദ്ദേഹം ഉണ്ടാക്കുന്നു. ദെൻ ഇൻ 1938 ഹി ഒക്കുപ്പൈഡ് ഓസ്ട്രിയ. 1938 അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഓസ്ട്രിയ പിടിച്ചെടുക്കുന്നു.
And in March 1939 he overran Czechoslovakia. 39 അദ്ദേഹം എന്ത് ചെയ്തു? ചെക്കോസ്ലോവാക്യം കീഴടക്കുന്നു. In September Hitler attacked Poland and with it began the Second World War. അപ്പോൾ 1939 സെപ്റ്റംബറിൽ ഹിറ്റ്ലറുടെ പോളണ്ട് ആക്രമണമാണ് എന്തിന് കാരണമാകുന്നത്? സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുന്നതിന് കാരണമാകുന്നത്. സെക്കൻഡ് വേൾഡ് വാർ ജർമ്മനി തോറ്റുപോയില്ലേ? തോറ്റു വന്നു. ഫസ്റ്റ് വേൾഡ് വാറിലും തോറ്റു. സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങി വെച്ച് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ ആൻഡ് സ്റ്റാലിൻ ഹാഡ് സൈൻഡ് ആൻഡ് നോൺ അഗ്രഷൻ പാക്ട്. ഹിറ്റ്ലറും സ്റ്റാലിനും എന്ത് ചെയ്യുന്നു? നോൺ അഗ്രഷൻ പാക്റ്റിൽ സൈൻ ചെയ്യുന്നു. ഇൻ ദി ഏർലി ഡേയ്സ് ഓഫ് വാർ ജർമ്മനി വോൺ മെനി വിക്ടറീസ്. യുദ്ധത്തിൻ്റെ ആദ്യകാലത്ത് ധാരാളം വിജയമുണ്ടായി. ബട്ട് ദ ജർമ്മൻസ് ഓക്കുപ്പേഷൻ ഓഫ് ബാൾക്കൻസ് വാസ് നോട്ട് ലൈക്ഡ് ബൈ സ്റ്റാലിൻ ആൻഡ് ഹി ജോയിൻ ദ അലീസ്. അപ്പോൾ ആദ്യം ഒരു അലയൻസ് ഉണ്ടാക്കിയായിരുന്നല്ലോ, റഷ്യയായിട്ട് അലയൻസ് ഉണ്ടാക്കി. പക്ഷേ ഈ ബാൾക്കൻ അറ്റാക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, റഷ്യക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? റഷ്യ എവിടെ വിട്ട് എങ്ങോട്ട് പോകുന്നു? അലീസിലേക്ക്. അമേരിക്ക, റഷ്യ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ആ ഒരു അലീസിലേക്ക് ആര് പോയി? റഷ്യ എന്ത് ചെയ്യുന്നു? പോകുന്നു. ദെൻ ദിസ് ബ്രോട്ട് ഓൺ റഷ്യ ദ അറ്റാക്ക് ഓഫ് ജർമ്മൻസ്. അതിന് കാരണമാകുന്നു ജർമ്മനി റഷ്യ ആക്രമിക്കുന്ന കാരണമാകുന്നു. ഇത് USA joined the allies in 1941 and actively participating in the war. There was a gradual turn in the tide of balance. 1941 എന്ത് ചെയ്യുന്നു? അമേരിക്കയും കൂടി റഷ്യയുടെ കൂടെ ചേർന്നപ്പോഴത്തേന് എന്ത് ചെയ്യുന്നു? അവർക്കൊരു വലിയ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആൻഡ് ഹിറ്റ്ലർ ഹാഡ് നോ റിപ്ലൈ ടു എ 3-pronged drive at that allies and made on Berlin in 1945. 1945 എന്താ? ബെർലിൻ വെച്ചുണ്ടാക്കി ഈ അലയൻസിനോട് മറുപടി കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഹിറ്റ്ലർ കഴിഞ്ഞില്ല. സോ ഫൈൻഡിങ് റെസിസ്റ്റൻസ് ഹോപ്പ്ലെസ് ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. ഇതിന് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ള അദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? സൂയിസൈഡ് ചെയ്യുന്നു. ആൻഡ് ജർമ്മനി സറണ്ടേഡ് ടു ദ അലീസ് ഇൻ മെയ് 1945. 1945 ജർമ്മനി എന്ത് ചെയ്യുന്നു? റഷ്യ അലയൻസിന് മുമ്പാകെ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ എന്ന് പറയുന്ന ആ അലയൻസിന് മുമ്പാകെ സറണ്ടർ ചെയ്തു.